അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസ്ഥാനത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ നിന്റെ കുടുംബത്തെ ഈ പ്രഭാതത്തിൽ ആശീർവദിക്കുന്നു. മെയ് 16-ാം തീയതിയായ വെള്ളിയാഴ്ച നീ പോകുന്നിടത്തേക്കെല്ലാം കർത്താവിൻ്റെ ചൈതന്യം പ്രസരിക്കാനും കർത്താവിൽ അവലംബം വെക്കുന്ന നീ അവനിൽ ആശ്രയം വെക്കുന്ന നീ നിന്റെ ജീവിത ചുറ്റുപാടുകളിൽ നിന്റെ ശക്തി ക്ഷയിച്ചു പോകുമ്പോൾ, നിന്റെ സ്വാധീനം കെട്ടുപോകുമ്പോൾ, നീ നിരാലംബനാകുന്ന ഓരോ നിമിഷവും നീ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കാരുണ്യവും ചൈതന്യവും സാന്നിധ്യവും നിനക്ക് അവകാശവും മോഹനമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വഴിയാത്രയിൽ റാഫേലിനെ അയച്ചു കൊടുത്ത ദൈവത്തിൻ്റെ ചൈതന്യം തോബിയാസ് റാഫേലിനെ പോലെ കർത്താവിൻ്റെ ദൂതൻ പരിശുദ്ധ അമ്മയുടെ ആളായ്മയായി നിനക്ക് അനുഭവിക്കാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കച്ചവട ബന്ധങ്ങൾ, ബിസിനസ്സുകൾ, വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, ആർഗവ മാർഗങ്ങൾ, നിന്റെ ജീവിത മാർഗങ്ങൾ കർത്താവ് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നിന്റെ ജീവിത സന്ധാരണ മേഖലകളിൽ നീ അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധികളും മറ്റുള്ളവർ ഉയർത്തുന്ന മത്സരങ്ങളും നിന്റെ ജീവിത മാർഗങ്ങൾ കെട്ടുപോകുന്ന അവസ്ഥയിൽ കർത്താവിൻ്റെ ശക്തിയിലേക്ക് ആവശ്യിക്കുകയും അത് ആളിക്കത്തുകയും ചെയ്യട്ടെ. കാനായിലെ കല്യാണത്തിലേക്ക് സന്നിഹിതയായ പരിശുദ്ധ അമ്മ മറിയം നിന്റെ ജീവിത കണ്ണുനീരെ കർത്താവിൻ്റെ തിരുസേന താലത്തിലാക്കി സമർപ്പിക്കുകയും ഈശോ ആവർത്തിക്കുകയും ആശീർവദിക്കുകയും അതിനെ രത്നങ്ങളായി ദൈവത്തിന് വിലപിടിയാത്ത ദൈവത്തിൻ്റെ കൃപയായി ദൈവത്തിന് നിന്റെ ജീവിത മണ്ഡല അനുഗ്രഹങ്ങളായി തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശരീരം മുഴുവൻ രോഗമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗം കൊണ്ട് മനസ്സ് ഇടിയുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗം കൊണ്ട് സാമ്പത്തികമായി ദരിദ്രം സംഭവിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗം കൊണ്ട് വരുമാനത്തിന് ഉള്ള മാർഗം നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു.
രോഗം കൊണ്ട് ജീവിതമാർഗം അടഞ്ഞുപോയ സ്വച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവം തന്നെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ കൃപയായി നിങ്ങൾ നിറയട്ടെ. ജീവിതമാർഗം കർത്താവ് അതിൻ്റെ വാതിൽ തുറന്നു തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, മക്കളെ കൊണ്ട് പൊറുതി മുട്ടിയവർ, മക്കൾ പലതരത്തിലുള്ള തെറ്റായ ബന്ധങ്ങളിലും അതുപോലെ തന്നെ പലതരത്തിലുള്ള തെറ്റായ ശീലങ്ങളിലും ചെന്ന് അകപ്പെട്ടിട്ട് പ്രാർത്ഥനയുമില്ല, ദൈവവുമില്ല, അക്രമാസക്തമായ സ്വഭാവം കാണിക്കുകയും ഭ്രാന്തമായ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന മക്കളെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ ദുശ്ശീലങ്ങളെ ബന്ധിച്ചുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ നിൻ്റെ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ വെക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിൻ്റെ ഇന്നത്തെ മുഴുവൻ ഉദ്യമങ്ങളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിൻ്റെ സംസാരങ്ങളെയും സംഭാഷണങ്ങളെയും ചെയ്തികളെയും നിൻ്റെ ഒപ്പിനെയും നിൻ്റെ എഴുത്തിനെയും കർത്താവ് ആശീർവദിക്കട്ടെ. നിൻ്റെ യാത്ര, നിൻ്റെ ജോലി, നിൻ്റെ താമസം, നിൻ്റെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ കർത്താവിനെ ഏറ്റെടുക്കുകയും നിനക്കത് അനുകൂലമായി മാറ്റുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഉന്നതമായ ജീവിതത്തിന് വേണ്ടി ഉള്ള നിൻ്റെ പരിശ്രമങ്ങളിൽ നിൻ്റെ കഴിവുകളിൽ നിന്ന് തിരിച്ചറിയുകയും ദൈവത്തെ നീ ആശ്രയിക്കുകയും കർത്താവിൻ്റെ ചൈതന്യം നിന്നെ ആവശ്യിക്കുകയും നീ ഉന്നതമായ മേഖലകളിൽ നിനക്കുള്ള തടസ്സങ്ങളെ ഈ ഒറ്റ പ്രാർത്ഥനയോട് നീങ്ങിപ്പോവുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നീ ഇന്നേ ദിവസം കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആധ്യാത്മിക ജീവിതബന്ധിയായിട്ട് ഓരോ ദിവസവും പുരോഗമിക്കുന്നതാണ്. അത് പലപ്പോഴും അനുഭവങ്ങളിലൂടെയാണ് പുരോഗമിക്കുന്നത്. ഓരോ അനുഭവങ്ങളിലും ദൈവത്തിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടാകും. ആ അനുഭവത്തിലൂടെ നമ്മളെ കടത്തിവിടുന്നതിലൂടെ ദൈവത്തിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടാകും. ആ കാരണം ദൈവികമായ കാരണങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തിന് സമർപ്പിച്ച് കഴിയുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചുള്ള ഭയം കുറഞ്ഞു വരും. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ടേ, മറിയത്തോട് ദൈവം ആദ്യമേ കാണുമ്പോൾ പറയണത് ഭയപ്പെടേണ്ടതാണ്. എന്നുവെച്ചാൽ ഭയപ്പെട്ടു പോയാൽ എല്ലാം തൊലയും. അതാണ് വിഷയം. ഭയപ്പെടരുത്. നമുക്ക് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എന്താ പറയണത്? ഭയപ്പെടരുതെന്ന് പറയും. ഇപ്പം ചില ആൾക്കാരൊക്കെ ഈ ഇരിച്ചങ്കന്മാരൊക്കെ ഭയപ്പെടത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഒരാളെ പാമ്പ് കടിച്ച്, അപ്പോൾ പാമ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ പാമ്പിനെ കൊണ്ടുവന്നില്ലെങ്കിലും ഡോക്ടർ അറിയാൻ കരിമുറുക്കനാണെന്ന് മനസ്സിലായി. പക്ഷെ ഡോക്ടർ പറഞ്ഞില്ല പേഷ്യൻറ്റിനോട്. എന്താണ്? അയാൾ ഭയപ്പെട്ടു പോകുന്നു, അതുകൊണ്ടാണ് പറയാതിരുന്നത്. ഇതുപോലെ തന്നെ ഭയപ്പെട്ടാൽ എല്ലാം നാശകൊടാലിയാകും. ഉടനെ ബ്ലഡ് സർക്കുലേഷൻ കൂടും, രക്തം വ്യാപിക്കും. അതുകൊണ്ട് മറിയത്തിനോടും ആദ്യം പറഞ്ഞത് ഭയപ്പെടരുത്. വരാൻ പോകുന്ന സംഭവങ്ങളൊക്കെ കുറച്ച് താങ്ങാൻ പറ്റാത്തതാണ്. പക്ഷേ ഔസേപ്പിതാവിനോട് അങ്ങനെ പറഞ്ഞില്ല, ഭയപ്പെടരുതെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ഔസേപ്പിതാവ് എന്ത് ചെയ്ത്? ഔസേപ്പിതാവ് നോർമലായിട്ട് ഭയപ്പെട്ട്, മാതാവ് ഭയപ്പെട്ടില്ല. കാര്യം അതാണ് ഒരു വ്യത്യാസം വരണത്. ലൂക്ക 1:30 വായിച്ചേ. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ ഇത് വിഷയം എന്ന് വെച്ചാൽ, മറിയമേ നീ ഭയപ്പെടേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമാണ് അവളോട് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം. ഭയം വരുത്തുന്ന വിഷയങ്ങളാണ് ഇനി സംഭവിക്കാൻ പോണ മുഴുവനും. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞില്ലേ, കരിമുറുക്കനം കടിച്ചതെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് മനസ്സിലായി. പക്ഷേ പേഷ്യൻറ്റിനോട് പറഞ്ഞില്ല. എന്നാൽ അയാൾ പേടിക്കും, ബ്ലഡ് സർക്കുലേഷൻ കൂടും. പക്ഷേ അതിനേക്കാൾ ക്വാളിറ്റി കുറഞ്ഞൊരു കാര്യം, ഭയപ്പെട്ടാലും വലിയ കുഴപ്പമില്ലാത്ത ഔസേപ്പിതാവ് കടന്നുപോയ വിഷയങ്ങളൊക്കെ ഭയപ്പെട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത വിഷയങ്ങളാണ്. എന്താ കാര്യം? അതുകൊണ്ട് ഔസേപ്പിതാവിനോട് ദൈവം ഭയപ്പെടണമെന്ന് 4 പ്രാവശ്യം, മറിയത്തിന് 1 പ്രാവശ്യം മംഗളവാർത്തയിൽ പ്രത്യക്ഷപ്പെട്ടുള്ളൂ. അതിലാദ്യം പറഞ്ഞ ഭയപ്പെടേണ്ടതാണ്. ഔസേപ്പിതാവിന് 4 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട്, പക്ഷെ ഒരിക്കലും ഭയപ്പെടേണ്ടതെന്ന് പറഞ്ഞില്ല. അത് കാരണം എന്ത് ചെയ്ത്? ഔസേപ്പിതാവ് ഭയപ്പെട്ട്. മത്തായി 2:22 വായിച്ചേ. മകൻ അർക്കലാവോസാണ്. ഹെരോദസിന്റെ മകൻ അർക്കലാവോസാണ്.
പിതാവായ ഹെറോദേസിന്റെ സ്ഥാനത്ത് യൂദയായിൽ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് ജോസഫിന് ഭയമായി എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ മറിയത്തിന് ആ ക്ലാസ് എടുക്കണില്ല. അതായത് മറിയത്തിന് എടുത്ത ക്ലാസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയപ്പെടേണ്ട, ഒറ്റ പ്രാവശ്യം പറഞ്ഞുള്ളൂ. ആ ഒറ്റ പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നീട് മറിയത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം പലതരത്തിലുള്ള മനുഷ്യൻ്റെ തകർക്കണ അനുഭവങ്ങളാണ്. പ്രഗ്നൻ്റ് ആകുക, പിന്നീട് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും. അപ്പോഴൊക്കെ മറിയം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ വാക്കിൽ വിശ്വസിക്കുമായിരുന്നു. അതുകൊണ്ടാണ് മറിയത്തെ കാണുമ്പോൾ ഭാഗ്യവതി. എന്താ കാര്യം? കർത്താവ് നിന്നോട് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ നീ വിശ്വസിച്ചില്ലേ. അതാണ് എലിസബത്ത് പരിശുദ്ധാത്മാവ് എലിസബത്തിലൂടെ പറയുന്നത്. വായിച്ചേ, ലൂക്ക 1:45. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇതേ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറിയത്തോട് ഒറ്റ പ്രാവശ്യമേ പറഞ്ഞുള്ളൂ ഭയപ്പെടേണ്ടെന്ന്. ഔസേപ്പിതാവിന് 4 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ടും ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞില്ല. ഔസേപ്പിതാവ് ഭയപ്പെടുകയും ചെയ്തു, അത് നമ്മൾ കണ്ടത്. പക്ഷേ എൻ്റെ വിഷയം എന്ന് പറയണത് മറിയത്തിനോട് ഒറ്റ പ്രാവശ്യം പറഞ്ഞപ്പോൾ മറിയത്തിനൊരു 4 പ്രാവശ്യത്തിന് 40 പ്രാവശ്യം പ്രത്യക്ഷപ്പെടേണ്ട കുറേ വിഷയങ്ങളുണ്ടായി മറിയത്തിൻ്റെ ജീവിതത്തിൽ. ഒരു 40 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടാലും ക്ലാരിഫിക്കേഷൻ ഉണ്ടാകാത്ത അനുഭവത്തിലൂടെ മറിയം കടന്നു പോകുന്നത്. മറിയം ആരാണെന്നൊക്കെ നമുക്ക് ഇപ്പോഴും പിടിയിട്ടില്ല, സത്യമായിട്ട് പിടിയിട്ടില്ല. ഒരു 40 പ്രാവശ്യം പ്രത്യക്ഷപ്പെടേണ്ട ഇടത്ത് ഒറ്റ പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു കാര്യം പറഞ്ഞു. എന്താണ്? ഫിയർ നോട്ട്. എന്നുവെച്ചാൽ ഒരു വ്യക്തിയുടെ ആധ്യാത്മികത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചിട്ട് അത് സ്വന്തം ജീവിതത്തിൽ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴാണ് ഭയം കുറഞ്ഞ് ഭയം ഇല്ലാണ്ടാകണത്. ഞാൻ ഒത്തിരി പേരെ ഈ കൗൺസിലിലൂടെ ജീവിതത്തെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അവരത് ഏശുന്നില്ല. എന്താ കാര്യം? അവർ ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യത്തിൽ ദൈവത്തിന് ആ വിഷയത്തിൽ പരിഹാരമുണ്ട്. കർത്താവ് സമയമാകുമ്പോൾ കർത്താവ് പരിഹരിച്ചുകൊള്ളും. അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വരാനാണ് നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ നമ്മുടെ നമ്മൾ പുരോഗമിക്കുന്നത്. അല്ല ഒന്ന് പുതുക്കി ഒരു കാര്യം നടന്ന് സാക്ഷ്യം പറ, അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല. മറിച്ച് ഇതൊരു യാത്രയിൽ നമ്മൾ ഭയരഹിതമായ 0 ഫിയറിലേക്കാണ് നമ്മൾ പോകുന്നത്. മറിയം കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ 0 ഫിയറാണ്. എന്താണ്? അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ലെന്നുള്ള വാക്കിൽ അവൾ വിശ്വസിച്ചാണ് നിൽക്കുന്നത്. അല്ലെ അവർ കിടന്ന് കുരിശിൻ്റെ ചുവട്ടൊരു അമ്മയല്ലേ ഒരു കുറേ ഇറച്ചിയായിട്ടല്ലേ ഈശോ മോടി തൂങ്ങണത്. ആരായാലും വീണ് പോകേണ്ടതില്ല, വീഴത്തില്ല. ഫിയർ നോട്ടെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കുരിശുമരണത്തിൻ്റെ തലേ ദിവസം അമ്മയ്ക്കൊന്ന് വേണമെങ്കിൽ ദൈവത്തൊന്ന് പ്രത്യക്ഷപ്പെടാമായിരുന്നു. മറിയം നാളെയാണല്ലോ ദിവസം, ഭയപ്പെടരുതെന്ന് പറയാമല്ലോ. പക്ഷെ പറഞ്ഞില്ല. മറിയം കുറിച്ച് വിട്ട് ഭയപ്പെടാതെ നിൽക്കുമെന്ന് ദൈവത്തിന് നല്ല വിശ്വാസമാണ്. മറിയത്തെ കണ്ടുപഠിക്കണേ. ജീവിക്കണമെങ്കിൽ മറിയത്തെ കണ്ടുപിടിക്കണം. അതാണ് ഞാൻ പഠിച്ചത്. എൻ്റെ പേര് കൃഷ്ണമ്മ. ഞാൻ മാരാരിക്കുളത്തിൽ നിന്ന് വരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അതിൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ 10/10/2022 ഞാനിവിടെ ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഇപ്പോൾ ഞാൻ ഈ 2ാമത്തെ ഉടമ്പടിയാണ് എൻ്റേത്. എൻ്റെ മക്കൾക്ക് മകൾ IAS കോച്ചിങ് 2 വർഷം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് മരുമകന് റെസ്റ്റോറൻറ്റ് നടത്തണമെന്നും പറഞ്ഞൊരാഗ്രഹം വന്ന് അങ്ങനെ അവർ റെസ്റ്റോറൻറ്റിലേക്ക് തിരിഞ്ഞപ്പം അവൻ്റെ 2-3 കൂട്ടുകാരും ഉണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മക്കൾ. അവർക്കെല്ലാവർക്കും കൂടെ റെസ്റ്റോറൻറ്റ് നടത്തണമെന്നും പറഞ്ഞ ആഗ്രഹവുമായിട്ട് വന്ന് മകളുടെ വിദ്യാഭ്യാസം മാറ്റി വെച്ചിട്ട് അവരുടെ കൂടെ ബിസിനസ്സിനിറങ്ങി. അങ്ങനെ അവർ 5 പേര് പാർട്ട്ണർമാരായിട്ട് ബിസിനസ് തുടങ്ങി. ഒരുപാട് 3-4 കടകളുണ്ടായിരുന്നു. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു പയ്യന് കയറിയ ഈഗോയുടെ പേരിൽ ആ കടകളെല്ലാം പൂട്ടി. മക്കളുടെ പേരിലായിരുന്നു കമ്പനി. ആ കമ്പനിയുടെ പേരിലാണ് ലോണുകളെല്ലാം എടുത്തത്. അങ്ങനെ 1 കോടി രൂപ മക്കൾക്ക് കടം വന്ന്. പിന്നെ എൻ്റെയും മോളുടെയും ഒരു 50 പവൻ്റെ സ്വർണ്ണം ഉണ്ടായിരുന്നു. അതും അവർ കൊണ്ടുവച്ച് അതും ലേലം പോയി.
എൻ്റെ മകൾ അതെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയൊന്നുമില്ല, 3 പേരും ആത്മഹത്യ ചെയ്യുമെന്നൊരു ബോധം എനിക്ക് വന്നപ്പോൾ ഞാൻ ഓടി ഇവിടെ വന്നിട്ട് അച്ഛനെ കാണാൻ ശ്രമിച്ച് എന്താ സൊല്യൂഷൻ എന്ന് ചോദിക്കാം, പക്ഷേ എനിക്ക് കാണാൻ പറ്റിയില്ല. എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോയി. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ആ സമയത്ത് തന്നെ അവരൊരു കട തുടങ്ങാൻ നേരത്ത് എന്നോട് പറഞ്ഞു, അമ്മ ആധാരം വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ, അതൊന്ന് തരുവാണ്, ഒരാൾക്കും കൂടെ കട ഓപ്പൺ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഞങ്ങൾ 20 ലക്ഷം രൂപയ്ക്ക് പണയം വയ്ക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവരതുകൊണ്ട് പണയം വെച്ച് ബിസിനസ് പിന്നീട് ഇങ്ങനെ എല്ലാം ഡൗണായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ലോൺ അടയ്ക്കാൻ പറ്റാതെ വന്ന് പിന്നെ അത് ലേലം ജപ്തിയാകുമെന്ന് എനിക്ക് മനസ്സിലായായിരുന്നു. പക്ഷേ ഈ വീട് സ്ഥലവും എനിക്ക് വിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല. മക്കളുടെ ബിസിനസ് പൊട്ടിയപ്പോൾ നാട്ടുകാരെല്ലാം അറിഞ്ഞ് എല്ലാവരും ചുലു വിലയ്ക്ക് അത് വാങ്ങാൻ വേണ്ടി വന്ന്. പക്ഷെ അങ്ങനെ കൊടുത്താൽ കടം തീർക്കാൻ പറ്റില്ല, മക്കളെ രക്ഷിക്കാൻ പറ്റില്ല. ഞാനിവിടെ വന്നു മാതാവിനോടും തിരുക്കുമാരനോടും പറഞ്ഞു, ജോസഫച്ചനോടും പറയണം എൻ്റെ മക്കളുടെ ആയുസ് എനിക്ക് തിരിച്ചു തരണം, ബാക്കിയെല്ലാം പൊക്കോട്ടേന്ന്. ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ മകൾ വിഷം കഴിച്ചിരുന്നു. മകൾ വിഷം കഴിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വായും വയറും എല്ലാം പൊള്ളി, വെള്ളം പോലും ഇറക്കാൻ മേലാതെ ഒരു റൂമിനകത്ത് എന്നെ കാണാൻ ഒരിക്കലും അനുവദിക്കരുതെന്ന് പറഞ്ഞു. കാരണം അവൾ തകർന്നു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ 8 ദിവസം എൻ്റെ മകളുടെ സ്വരം പോലും കേൾക്കാൻ പറ്റാതെ കാണാൻ പറ്റാതെ ഒരു വീട്ടിൽ കഴിഞ്ഞ് തലതല്ലി കരയുന്ന പോലെയായിരുന്നു ഞാൻ. എന്നിട്ട് മാതാവിൻ്റെ ഒരിക്കൽ ജപമാല എടുത്ത് ചൊല്ലി. ഞാൻ മാതാവിനോട് പറഞ്ഞ് 53 മണി ജപം ഞാൻ ചൊല്ലും, അതൊക്കെ മുമ്പ് എനിക്കൊന്നും വേണ്ട, എൻ്റെ മോടെ സ്വരം കേട്ടാൽ മാത്രം മതിയെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ 52ാമത്തെ മണി ജപം ചൊല്ലുമ്പോഴത്തേക്ക് അകത്തുനിന്നൊരു വിളി വന്നു, മമ്മി. ഞാൻ പറഞ്ഞു, എന്നാ മോനേന്ന് ചോദിച്ച്. അപ്പം പറഞ്ഞു, മമ്മി എനിക്ക് കാപ്പി തരാമോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു നന്മ നിറഞ്ഞും കൂടി ചൊല്ലാനുണ്ട്, അമ്മ ജപമാല ചൊല്ലുക, വന്ന് ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കാപ്പിയിട്ട് മോക്കം കൊണ്ട് കൊടുത്തു. 2 പേരും കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, സമ്പത്തല്ലേ പോയത്, അത് പൊയ്ക്കോട്ടെ, 3 പേരും അവിവേകം ചെയ്യാതിരിക്കുവാണെങ്കിൽ അമ്മയുടെ വീട് സ്ഥലവും വിറ്റ് കടം തീർക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീടും സ്ഥലം വിൽക്കാനായിട്ട് ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. ബ്രോക്കർമാരും വരും, ആൾക്കാർ അവർക്ക് വെറുതെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അവരും പറഞ്ഞയക്കുന്നു. എല്ലാം കൊണ്ടും വല്ലാത്ത അവസ്ഥ. പക്ഷേ ഇവിടെ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു ആദ്യമേ, മാതാവേ എൻ്റെ ഈ വീട് സ്ഥലവും എൻ്റെ അവസാനം വരെ എനിക്ക് വീണമെന്ന് ഞാൻ അന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം മാതാവ് ഇത് വിൽക്കാൻ സമ്മതിക്കത്തില്ലെന്നും എനിക്കറിയായിരുന്നു. അപ്പോഴത്തേക്ക് ജോസഫച്ചൻ്റെ ഇരിക്കാൻ വന്ന് പറഞ്ഞ്, മാതാവും തിരുക്കുമാരനും അച്ഛൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ എനിക്കത് വിൽക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഞാനങ്ങനെ അപ്പോൾ ഇവിടുത്തെ ഒരു സാറ് പറഞ്ഞ് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ആയാലും അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഞാനങ്ങനെ ഓടിപ്പോയി ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്തുകൊണ്ട് വന്ന് അച്ഛൻ്റെ കൈ കൊടുത്ത് അച്ഛൻ അത് വെച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്ത് വീട്ടിൽ ചെന്ന് ഒരു വെള്ളിയാഴ്ചയാണ് അച്ഛൻ എനിക്ക് പ്രാർത്ഥിച്ചതെല്ലാം തരുന്നത്. പിറ്റേ വെള്ളിയാഴ്ച ഒരുത്തർ വീട്ടിൽ വന്ന്. ഒരുപാട് പേര് വരുന്നുണ്ട്, അവർ വീട് കാണുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ വില ചേരുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം ഒരു 5-ാം തീയതി ഒരുത്തർ കയറി വന്നിട്ട് അവർ പറഞ്ഞ്, ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്കൊരു വാസ്തു ആൾ വരും, അയാൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ വീട് കച്ചവടമാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോടും തിരുക്കുമാരനോടും പറഞ്ഞു, അവിടെ ഫോട്ടോ ഉണ്ട്. ഞാൻ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് വാസ്തുവിലല്ല വിശ്വാസം, എനിക്ക് നിങ്ങളെ 2 പേരെയാണ് വിശ്വാസം, മാതാവും തിരുക്കുമാരനും തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്ന് പിറ്റേ ദിവസം ഞാൻ മാതാവിനോട്, മാതാവെ 15-ാം തീയതിക്ക് ഉള്ളിൽ അല്ലെ 15-ാം തീയതി എനിക്കൊരു അടയാളം കാണിച്ചു തരണം, നമ്മുടെ വീടെടുക്കുന്ന ആളെ എന്ന് പറഞ്ഞു. അങ്ങനെ 15-ാം തീയതി ആയപ്പോഴത്തേക്ക് പിന്നെ ഈ വന്നവർ തന്നെ വീണ്ടും വീട്ടും വന്നൊരു 2 മണി ആകാറായപ്പോഴാണ് ഇവർ കയറി വന്നു കഴിഞ്ഞ് അപ്പം തന്നെ ഇവരെനിക്ക് ടോക്കൺ തന്നു. ഫെബ്രുവരി 21-ാം തീയതി അവർ എഗ്രിമെൻറ്റ് ചെയ്ത് ഫെബ്രുവരി 27-ാം തീയതി അതിൻ്റെ ആധാരം നടന്ന് ഞാൻ എന്ത് വില മാതാവിനോട് ചോദിച്ചോ ആ വിലയ്ക്ക് തന്നെ എനിക്ക് വീട് സ്ഥലവും കച്ചവടമാക്കി കിട്ടി. മക്കളുടെ 50 ലക്ഷം രൂപ അവരുടെ കടം എനിക്ക് വീട്ടാൻ സാധിച്ചു. അവൻ്റെ വീട്ടിൽ നിന്നും 50 ലക്ഷം രൂപ കൊടുത്ത് അങ്ങനെ 1 കോടി രൂപ കൊടുത്ത് മക്കളെ അവിടെ നിന്നും പിന്തിരിപ്പിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മകളെ അവൾ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ്റ് തന്നെ ചാത്തൻ സേവയ്ക്ക് കൊണ്ടുപോയി. അവിടെ പോയി അപ്പോഴത്തേക്ക് പറഞ്ഞ് ഈ വീട് സ്ഥലം വിൽക്കണമെങ്കിൽ 2 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അത് വേണ്ട, അത് ഞാൻ മാതാവിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന കാര്യം, അതിനകത്ത് നിങ്ങൾ ഇടപെടണ്ടെന്ന്. അപ്പം മോളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടും നടക്കുന്നില്ലായിരുന്നു. അപ്പം ഞാനിവിടെ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ മകളെ മാതാവിൻ്റെ അരികെ കൊണ്ടുവരണം, അവൾക്ക് വിശ്വാസമാകുന്ന രീതിയിൽ ആരെങ്കിലും കൊണ്ട് അവളെ സംസാരിപ്പിക്കണം, എങ്കിൽ മാത്രമേ അവളിവിടെ വരുവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മോൾ എനിക്കൊരു കോൾ ചെയ്തിട്ട് കുറേ സാക്ഷ്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു. ആരോ അവളോട് പറഞ്ഞ സാക്ഷ്യങ്ങൾ. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് പള്ളി വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവളെയും കൊണ്ട് ഇവിടെ വന്ന് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ശാന്തയായി അവൾ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ഇവൾ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മ എനിക്ക് ഉടമ്പടി എടുത്താൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ പറഞ്ഞു അതിനെന്താ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു മാതാവിനിപ്പം ഏത് രീതിയിലാണ് നിന്നെ നയിക്കാൻ തോന്നുന്നു ആ രീതിയിൽ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 3-ൻ്റെ അന്ന് അവൾക്ക് ഇവിടെ ക്രിസ്ത്യൻ സ്കൂളിൽ തന്നെയാണ് അവൾക്ക് ഹൈ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായിട്ട് ജോലിയും കിട്ടി. ഇപ്പോൾ സന്തോഷമായിട്ട് അമ്മയും കുഞ്ഞും മോനും നടക്കുന്നുണ്ട്. മരുമകൻ ഒരു കമ്പനിയിൽ മാനേജറായിട്ടും പോകുന്നുണ്ട്. എന്നെയും എൻ്റെ മക്കളെയും ഒരു ചിറകിൻ്റെ കീഴിലെന്ന പോലെയാണ് ഇവിടെ മാതാവ് തിരുക്കുമാരനും കൊണ്ട് നടക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു. ഹിന്ദുക്കളായതുകൊണ്ട് കൈ നിവർത്ത് ഞങ്ങളുടെ ഒരു പ്രാർത്ഥന ഞാൻ ചൊല്ലുമായിരുന്നു. പക്ഷേ അത് ചൊല്ലാൻ നേരത്ത് ആദ്യത്തെ ദിവസവും 2ാമത്തെ ദിവസവും എൻ്റെ കയ്യിൽ ഞാൻ ഓരോ കുരിശ് കണ്ടു. അത് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ. അങ്ങനെ ഞാൻ കണ്ടു. പിന്നീട് എനിക്കുണ്ടായത് വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോഴത്തേക്ക് മാതാവിനോടും ഈശോയോടുമാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ ഒറ്റയ്ക്കായപ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ കള്ളന്മാരൊക്കെ കയറും എടുക്കുകയൊക്കെ ചെയ്തപ്പോൾ എല്ലാവരും എന്നെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ബെഡിൽ നിന്ന് കിടക്ക വലിച്ചോണ്ടും വന്നിട്ട് മാതാവിൻ്റെയും തിരുക്കുമാറിൻ്റെയും ഫോട്ടോ ഇരിക്കുന്ന അവിടെ കിടക്കുമായിരുന്നു. അങ്ങനെയായി ഒരു ദിവസം എനിക്ക് പാനി കൊണ്ട് ഒന്നും അനങ്ങാൻ പോലും മേല, മരുന്ന് മേടിക്കാൻ പോകാനോ എനിക്കൊന്ന് എഴുന്നേൽക്കാനോ പോലും മേല. ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ആരുമില്ല, ഇച്ചിരി വെള്ളം എടുത്ത് കുടിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നും പറഞ്ഞിങ്ങനെ കിടന്ന് ഞാനൊന്ന് ഉറങ്ങിയതേ ഉള്ളൂ. പക്ഷേ ഞാൻ സ്വപ്നത്തിൽ കണ്ടത് മാതാവ് സിൽവർ കളറിലെ മാതാവ് നിന്ന് ആവി പിടിക്കുന്നു, നല്ല വിയർത്തൊഴുകുന്നുണ്ട്. അപ്പം ഞാൻ ഉറക്കത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്, മാതാവ് എന്താ ആവി പിടിക്കുകയാണോ, എന്താ ഇങ്ങനെ വിയർത്തൊഴുകുന്നത്, ചത്തുപോയോ, സ്റ്റാച്ചു ആണോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോയി ആവി പിടിച്ച് നേരം വെളുത്തപ്പോൾ എൻ്റെ പനിയല്ലേ എവിടെ പോയി എന്താണെന്ന് ഇപ്പോഴും എനിക്ക് അത്ഭുതമായിട്ടിരിക്കുന്ന ഒരു കാര്യമാണത്. എൻ്റെ വീട്ടിൽ പെയിൻറ്റ് ചെയ്യാൻ വന്നൊരു പയ്യനുണ്ടായിരുന്നു. അവൻ മേളത്തെ നിലയിൽ നിന്ന് താഴെ വീണപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ പറഞ്ഞു ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒരു ശകല സമയം എനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ദേഹം മൊത്തം പൊട്ടിയിട്ട് നീരൊക്കെ വെച്ച് അവൻ നല്ല കരയുന്നുണ്ടായിരുന്നു. ഞാൻ ഓടിപ്പോയി ആ തൈലം എടുത്തുകൊണ്ട് വന്ന് അവൻ്റെ കൈയും കാലും ആ പൊട്ടലിലൂടെയൊക്കെ തന്നെയാണ് ഞാൻ തേച്ചത്. കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി. കൂടെ നിന്ന് 2-3 ആൺപിള്ളേർ കളിയാക്കി. പക്ഷേ എന്നിരുന്നാലും ഞാൻ പറഞ്ഞു ഇത് ശരിയാവുമെന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാം, മോൻ എന്ത് പറയുന്നെന്ന് ചോദിച്ച്. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മേ എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ, വേദന കുറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും പെയിൻറ്റ് പണി ചെയ്യാൻ തുടങ്ങി. ഈ നിമിഷം വരെ അവന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു അനുഗ്രഹം. പിന്നെ എൻ്റെ അടുത്തുള്ള 3 സ്ത്രീകൾ കിടപ്പിലായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരറിയാതെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരും ഇപ്പോൾ എഴുന്നേറ്റ് നടന്ന് ഓരോ ജോലി ചെയ്യുന്ന ഞാൻ കണ്ണിൽ കാണുന്നുണ്ട്. അതും എനിക്ക് സന്തോഷം. പിന്നെ ഇവിടെ ഞാൻ നിയോഗത്തിൽ വെച്ചതായിരുന്നു മക്കളുടെ കാര്യം, വീട് വിൽപ്പന. പിന്നെ ജോസഫ് അച്ഛന് വേണ്ടി അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അവിടെ നിയോഗം എഴുതാനിരുന്നിട്ട് ജോസഫ് അച്ഛൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് നിയോഗം ഒരെണ്ണം ഞാൻ എഴുതിയത്. അതെന്താണെന്ന് അച്ഛനെ അറിയാവുള്ളൂ, എനിക്കറിയില്ല. ഞാൻ എന്നാലും പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സ്ഥാപനം ഉള്ളത് കൊണ്ടാണല്ലോ ഇവിടെ ഓടി വരാനും ഈ മണ്ണിൽ ചവിട്ടാനും ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടാനും കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ ആയുസ്സോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്നും പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. പിന്നെ വൃദ്ധസദനത്തിൽ പോകാറുണ്ട്, രോഗികളെ കാണാറുണ്ട്. ഒരു ദിവസമെങ്കിലും ഒരാൾക്കെങ്കിലും 1 ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ മരുന്ന് മേടിക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാറുണ്ട്. കല്യാണം കഴിക്കാനായിട്ട് സ്വർണം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഒരുപാട് പേര് കരഞ്ഞു വന്ന് വിഷമിച്ച് പറയുന്നവരുടെ ഉണ്ട്. ഞാൻ ലോൺ പോലും എടുത്ത് മാസാമാസം അടച്ചു പോലും ഓരോ തരി പൊന്നെങ്കിലും കൊടുത്ത് ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. ഇന്നും എനിക്ക് കിട്ടുന്ന എൻ്റെ കടത്തിൻ്റെ അടിക്കും എന്തെങ്കിലുമൊക്കെ എന്നെ കഴിവത് സഹായം ഞാൻ എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് എനിക്ക് മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മളെല്ലാവരും ഈ ഹൃദയം കൊണ്ട് കേൾക്കേണ്ട ഒരു സാക്ഷ്യം കൂടിയാണ്. വളരെ വ്യക്തമായിട്ട് ഈ അമ്മ അത് പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ജീവിതത്തിൽ എപ്പോഴും ഒരു അവസാനത്തെ സ്റ്റെപ്പ് എന്നോണം ഓടി ഇവിടെ മാതാവിൻ്റെ അടുക്കൽ വന്ന് അതിനുശേഷം ജീവിതം തിരികെ പിടിച്ചതിൻ്റെ വലിയൊരു സാക്ഷ്യമാണ്. ചുരുങ്ങിയ ഭാഷയിൽ പറയുമ്പോൾ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും അല്ല പൂർണ്ണമായിട്ട് വാക്കുകളിലേക്ക് ആക്കുവാനും നമുക്ക് പറ്റില്ലല്ലോ. പക്ഷേ ആ സാക്ഷ്യത്തിനോടൊപ്പം മാതാവ് കൂടെ നിന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അനുഭവം ഉണ്ട് എന്ന് അത് സാന്നിധ്യം കൊണ്ട് മനസ്സിലായിട്ട് തന്നെയാണ് ഈ അമ്മ ഇവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നതും. ഒന്നാമത്തേത് വിശുദ്ധമായി നമ്മൾ ചൊല്ലേണ്ട ജപമാലയെക്കുറിച്ച് വലിയൊരു ബോധ്യം ഈ ഒരു സാക്ഷ്യത്തിലുണ്ട്. ഇപ്പോൾ ഒരു അക്രൈസ്തവരായിട്ടുള്ള ഒരു ജപമാലയുടെ ശക്തിയെക്കുറിച്ച്
നമ്മളെ പഠിപ്പിക്കുകയും അതിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങൾ വെച്ച് നമ്മളെ വിസ്മയിപ്പിക്കുകയും ചെയ്യുന്നത്. ഇത് ആദ്യത്തെ സാക്ഷ്യമല്ല, പക്ഷേ ഈ ഒരു സാക്ഷ്യത്തിൽ ഇത്രയേറെ ജപമാലയോട് പ്രാർത്ഥിച്ച് അവസാനത്തെ വരെ ചൊല്ലുമ്പോഴേക്കും മാതാവ് എനിക്കൊരു മറുപടി തരുമെന്നുള്ളൊരു ബോധ്യത്തിൽ, ആ വിശ്വാസത്തിൻ്റെ ബലത്തിൽ, ഈ അമ്മയുടെ വിശ്വാസത്തിൻ്റെ ബലത്തിൽ തന്നെയാണ് മക്കളൊക്കെയും ജീവിതത്തിലേക്ക് തിരികെ പിടിച്ചതും. ഒരുപക്ഷെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള സാഹചര്യങ്ങൾ അനവധിയായിട്ട് മുൻപിൽ നിൽക്കുമ്പോഴും എന്തും ഈശോയോടും മാതാവിനോടും ചോദിച്ചിട്ട് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു തീരുമാനവും ഈ കാര്യത്തിൽ മാതാവിലുള്ളൊരു പ്രത്യാശയുണ്ട്. അതായത് ഇത് ചൊല്ലി തീരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഞാൻ മാതാവിനെ ഏൽപ്പിച്ച ഈ വസ്തുവിൻ്റെ ഈ കാര്യം മാതാവ് എനിക്ക് നടത്തി തരും എന്നുള്ളൊരു വല്ലാത്തൊരു ആത്മവിശ്വാസവും അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിലൂന്നിയ ഈ ഒരു മാതാവിലുള്ള പൂർണ്ണമായിട്ട് ഉള്ള ഒരു വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഉടമ്പടിയിലുള്ളൊരു വിശ്വാസമുണ്ട്. അത് ഈ ഒരു അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. പിന്നെ അവസാനം ചേർത്ത് വെക്കുമ്പം ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും വിശ്വസ്തയോടെ പാലിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിൽ ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. ഈശോ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെയും സാന്നിധ്യം നൽകിയിട്ടുണ്ടെന്നും സാക്ഷ്യത്തിലുണ്ട്. ഒപ്പം ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഓടി വരാനായിട്ട് ഒരു സ്ഥലം മാതാവ് നൽകിയതിനെ പ്രതി, ഒപ്പം അത് നൽകുവാൻ ഇടവന്ന സാഹചര്യങ്ങളെല്ലാം പ്രതി ദൈവത്തിന് നന്ദി പറയുകയും അതിന് കാരണക്കാരെ ഓർത്ത് പ്രത്യേകം ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു യഥാർത്ഥ ഒരു ശക്തിയും ബോധ്യവും മനസ്സിലാവുമ്പോഴാണ്. ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ ഈ അമ്മയ്ക്ക് നൽകിയ വിശ്വാസത്തിൻ്റെ ആഴത്തിനും ലഭിച്ച സൗഖ്യത്തിനും ഒപ്പം ഇടപെട്ട എല്ലാ മേഖലയിലും ഏറെ പ്രത്യേകിച്ച് ദൈവം നൽകി ഇത്രയും, പരിശുദ്ധ അമ്മ വഴി നൽകി ഇത്രയും ഒരു വിശ്വാസത്തിൻ്റെ ആഴത്തെ ഓർത്ത്, അത് നമുക്ക് നൽകുന്ന പ്രചോദനത്തെ ഓർത്ത്, ഏറെ പ്രത്യേകിച്ച് നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളെ ഓർത്ത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.